ഇത് ശിവയോഗത്തിൽ ശൈവ സിദ്ധാന്തം ലിങ്കായിട്ടുണ്ട്. എന്തോന്ന് ശൈവ സിദ്ധാന്തം? ശിവയോഗയിൽ ശൈവ സിദ്ധാന്തം ലിങ്കായിട്ടുണ്ട്. അപ്പോൾ ശൈവ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അത് വേദാന്തത്തെക്കാട്ടിലും വലുതാണ്. എന്തോന്ന്? വേദാന്തത്തിനേക്കാളും വലുതാണ്. അത് എന്താണോ അങ്ങനെ ചെയ്യുന്നത്? അത് ഇങ്ങനെ വേദാന്തമാണ് വലുതാണ്, ഇത് വേദാന്തയുടെ വലുതാണെന്ന് ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ, വിവേകാനന്ദർക്ക് മറ്റേ ചിക്കാഗോയിൽ ചാൻസ് കിട്ടിയല്ലോ. വിവേകാനന്ദൻ ചിക്കാഗോ അത് ചാൻസ് ഉണ്ടാക്കി കൊടുത്തതാര്? ഉണ്ടാക്കി കൊടുത്തതാര്? ശ്രീരാമകൃഷ്ണ പരമഹംസ. അങ്ങനെയല്ല. ഇങ്ങനെ വഴിനടുവ ലെക്ചർ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ സേതുപതി രാജാക്കുള്ള ഐലൻഡാണ് കച്ചദ്വീപ്. അത് ഇന്ദിരാഗാന്ധി തിമിര് പിടിച്ച് ആരുടെയും ചോദിക്കാതെ ശ്രീലങ്കാന് കൊടുത്ത്. സേതുപതി രാജയുടെ പേഴ്സണൽ ഐലൻഡാണ്. അങ്ങേര് റെസ്റ്റൊക്കെ എടുക്കുന്ന ഐലൻഡാണ്. അവർ ഇപ്പോൾ അതിനെ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇഷ്യൂ ആയിരിക്കുന്നു. അപ്പോൾ അങ്ങേരാണ് പറഞ്ഞത്, ഇങ്ങേരെ വിളിച്ച് വീട്ടിൽ വെച്ച് ലെക്ചർ കേട്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഇത്ര ഇൻ്റലിജൻറ്റാണ് പറയുന്നത്, ചിക്കാഗോയിൽ നിങ്ങൾ പോയി പറഞ്ഞാലേ അതിനുള്ള ഒരു കറക്റ്റ് ആവും, അതുകൊണ്ട് പൈസ കൊടുത്ത് അയച്ചു. ആദ്യം മോട്ടിവേറ്റ് ചെയ്ത് അടിച്ചത് സേതുപതി രാജ, രാമനാഥപുരം സേതുപതി രാജ, രാമേശ്വരത്തിനും ഇതിനും ഇടയിലുള്ള അവിടെയുള്ള രാജാവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങേരാണ് ഫസ്റ്റ് മോട്ടിവേറ്റ് ചെയ്ത് അയച്ചത്. എന്നിട്ട് മുംബൈയിൽ പോയപ്പോൾ അവിടെ ഇന്നൊരു കിങ്ങാണ് ഇങ്ങേര് പൈസയും കൊടുത്ത് പേരെയും വിവേകാനന്ദാണ് അങ്ങേര് തന്നെ മാറ്റിയിട്ടാണ് അങ്ങ് പോകാൻ പറഞ്ഞത്. അപ്പോൾ പോകാൻ പറഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ വന്ന് ആൾറെഡി 2 റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം മറ്റേ അതിൻ്റെ പേരെന്തോന്ന് മറ്റേ ബ്രഹ്മസമാജിൽ നിന്ന് ആൾറെഡി സംസാരിക്കാൻ അവിടെ ഫ്രീ ടിക്കറ്റുമായിട്ട് അവിടെ പോയി ഇരിക്കുകയാണ് 2 പേരും. അപ്പോൾ ഇവർ അൺആതറൈസ്ഡ്, ഇങ്ങേര് വിവേകാനന്ദ ആതറൈസ്ഡ് ഒന്നുമല്ല. അപ്പോൾ ഇങ്ങേരുടെ മാഗ്നറ്റിക് ലുക്ക് കണ്ടാണ് ഇങ്ങേർക്ക് ചാൻസ് കൊടുത്തത്. മാഗ്നറ്റിക് ലുക്ക്. അപ്പോൾ അവർ അബ്ജക്ഷൻ പറഞ്ഞു, ഞങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് അയച്ച് വന്നിട്ടുള്ള റെപ്രസെൻ്റ്, ഇങ്ങേരല്ല. എന്നാലും അങ്ങേര് പ്രൂവ് ചെയ്ത് അവിടെയാണ് സക്സസ് തുടങ്ങിയത്. അപ്പോൾ അങ്ങേര് ലോകം ഫുള്ള് വേദാന്തമാണ് ഇന്ത്യയുടെ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് പിന്നെ ശ്രീലങ്കയിൽ വന്നു ലാസ്റ്റ്. വന്നിട്ട് വീണ്ടും മറ്റേ രാമേശ്വരം ഏരിയയിൽ വന്നപ്പോൾ JM നല്ലസ്വാമി പിള്ളை എന്ന് പറഞ്ഞ് ഒരു സ്കോളർ, ആ സ്കോളർ വിവേകാനന്ദരെ വീട്ടിൽ വിളിച്ചു ഇരുന്നു. പറഞ്ഞു, എന്താണ് ഇനിയിപ്പോൾ ഈ ലോകം ഫുള്ള വേദാന്തമാണ് വലുത്, ഇന്ത്യയിൽ വേദാന്തമാണ് വലുത്, ഇന്ത്യയിൽ ശൈവ സിദ്ധാന്തം എന്നൊന്നും അറിയാമെന്ന് നിനക്കെന്ന് പറഞ്ഞ്, അതാണ് വലുതെന്ന് പറഞ്ഞ്. അതിനെ ലോകം ഉള്ളവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്ത്, നിനക്കതറിയാം, എല്ലാം ഇന്ത്യ സ്റ്റാൻഡ്സ് ഫോർ വേദാന്ത അങ്ങനെയെന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഉള്ള എക്സ്പ്ലെയിൻ പറഞ്ഞ് അങ്ങേര് വിവേകാനന്ദ പറഞ്ഞ്, അതൊക്കെ ശരിയാണ്, എനിക്ക് ഇതൊക്കെ പഠിക്കാൻ ഇനി നേരമില്ല, തമിഴ് പറഞ്ഞിട്ട് പഠിക്കാൻ, ഞാൻ അങ്ങനെ പോയാൽ നിങ്ങൾ വേണമെങ്കിൽ എന്ത് ഇഷ്ടപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പോയി. ഇതാണ് സംഭവം. ഇത് സിദ്ധാന്തം എന്ന് പറയുന്നത് അക്കോംപ്ലിഷ് എസൻസ് ഓഫ് വേദാന്ത. അപ്പോൾ വേദാന്തം എന്ന് പറയുന്നത് 4 വേദത്തിൻ്റെ എസൻസ്, സിദ്ധാന്തം എന്ന് പറയുന്നത് ആഗമത്തിൻ്റെ എസൻസ്, ശിവ ആഗമത്തിൻ്റെ എസൻസാണ് സിദ്ധാന്തം. അതാണ് ഹൈ ലെവൽ ഫിലോസഫി ഇൻ ഇന്ത്യ. അപ്പോൾ അതൊക്കെ ഇരിക്കുന്നത് തമിഴിലാണ്. എന്തോന്ന്? അപ്പോൾ തമിഴിലാണ്. അതിങ്ങനെ ഞാൻ വിചാരിച്ചു ഇതുവരെ എല്ലാം സാൻസ്ക്രിറ്റാണ്. സാൻസ്ക്രിറ്റൊക്കെ പിന്നെ വന്ന ലാംഗ്വേജാണ്. ഇന്ത്യയുടെ ഒറിജിനൽ ലാംഗ്വേജ് ഫുള്ള് തമിഴ് റേസാണ് ഇരുന്നത്. മൊഹഞ്ചദറ, കരപ്പ, കൽവെട്ടിലൊക്കെ ഇരിക്കുന്നത് തമിഴ് കൾച്ചറാണ്. ഏൻഷ്യൻ്റ് ലാംഗ്വേജ് തമിഴാണ്. അത് ഈ നോർത്ത് ഇന്ത്യക്കാരൻ വന്നപ്പോൾ ഇവരെ അടിച്ച് പുറത്ത് ഇന്ത്യ, സാത്പുര ഇവിടെയൊക്കെ വന്നാലും ഇന്നും ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആയിരിക്കുന്നത് തമിഴ് തന്നെ. മലേഷ്യ, സിംഗപ്പൂർ ഇതൊക്കെ ഇരിക്കുന്നത് ഒരുപാട് സാൻസ്ക്രിറ്റ് ഇല്ലാതെ കാര്യങ്ങളൊക്കെ ഇതിലുമുണ്ട്. അതാണ് സിദ്ധാന്തം. ഈ സിദ്ധാന്തം ശിവയോഗയുടെ ലിങ്കായിരിക്കുന്നു. അതിൻ്റെ ശിവയോഗയുടെ പർപ്പസ് ജീവനെ ശിവമാകുക. അപ്പോൾ അതിന് 10 പ്രാവശ്യം, അഥവാ ദശകാര്യം എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന 2 ബുക്കും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ബുക്കൊക്കെ പഠിക്കണമെങ്കിൽ 6 മാസമാവും. അതിലുള്ള എസൻസാണ് ഒരു ജസ്റ്റ് നാലേജ് വേണ്ടി ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് പേര് ദശകാര്യം. 10 സ്റ്റേജസിലാണ് ഇത് വരുന്നത്. നമ്മൾ ഒരു പഴയ മുമ്പൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ എന്താണെന്ന് ഒരു ഫിൽം വാങ്ങിച്ചിടും, ഇട്ടിട്ട് അത് കൊണ്ട് ഇരുട്ടറയിൽ മറ്റേ സോഡിയം തയോസൾഫേറ്റ് എന്തായിട്ട് അതിൽ കഴുകി പല പ്രാവശ്യം കഴുകിയാണ് ഫുൾ തെളിഞ്ഞ് വന്നില്ല, ഇന്നൊരു കൂടെ ഇങ്ങനെ ഇതേ പ്രോസസ്സ് തന്നെ 10 സ്റ്റേജസ് വന്നാൽ തന്നെ നിങ്ങൾ ശിവമാകാൻ പറ്റും.
അപ്പോൾ ഇന്ന് അത് എങ്ങനെ ശിവായ നമ എൻ്റെ ശംഭും പൊന്നാകും. ചെമ്പ് പോലെ ഇരിക്കുന്നത് അത് അൽക്കമിയിൽ പൊന്നാക്കുന്ന മാതിരിയുള്ളതാണ് ശിവയോഗം. അപ്പോൾ പതഞ്ജലി യോഗം വേണമാ, ശിവയോഗം വേണമാ? എല്ലാവർക്കും അറിയാത്തത് കൊണ്ട് പതഞ്ജലി യോഗയുടെ മുമ്പ് പോയിട്ട് യോഗ എന്നാൽ പതഞ്ജലി, ഏത് എയർപോർട്ടിൽ പോയി കേട്ടാലും പതഞ്ജലിയാ ഉടനെ അതെന്ന് പറയും. തിരുമൂലർ ശിവയോഗി ശിവരാജ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിഞ്ഞൂടാ. തിരുമൂലർ അതിന് 5000 കൊല്ലത്തിന് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഈ ശിവയോഗം വിൽ ലീഡ് ടു മുക്തി, ജ്ഞാന ആൻഡ് മുക്തി. അതിന് സ്റ്റേജസ് വരും മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ സാധാരണഗതിയിലിരിക്കുമ്പോൾ എന്ത് വിചാരിക്കുന്നു വെച്ചാൽ, ഈ ലോകം കണ്ടതേ ലോകം, ആട ഇറച്ചി വെട്ടി തിന്നണം, അതിനെ പൊരിച്ച് തിന്നണം, അവിച്ച് തിന്നണം, കോഴി എങ്ങനെ തിന്നാൽ കൊള്ളാം, അങ്ങനെ ചെയ്താൽ കൊള്ളാം, അടുത്തവനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയാൽ കൊള്ളാം, നമുക്ക് വലിയൊരു ബംഗ്ലാ കിട്ടണം. ഇതാണ് ആർഡിനറി മാൻ. അവനെ കുറ്റം പറയാൻ പാടില്ല. പക്ഷേ ഈ ശിവയോഗം എന്ന് കാലെടുത്ത് വയ്ക്കുമ്പോൾ അപ്പോഴാണ് ഈ തത്വങ്ങൾ പറഞ്ഞത്. എന്താണോ തത്വങ്ങൾ? നമ്മളും ശിവവും ഒന്നാണല്ലോ, നമ്മളും ശിവനും ഒന്നാണ്. പക്ഷേ ഇടയിൽ എന്ത് പിടിക്കുന്നത്? ഹർഡിൽസ്. PT ഉഷ ഹർഡിൽ ഓടിയ മാതിരി ഹർഡിലാണ് ഇരിക്കുന്നത്. അതാണ് 96 ഹർഡിലാണല്ലോ. അങ്ങനെ എന്നവർ മനസ്സിലാക്കും. അതിൻ്റെ പേര് എന്തോന്ന്? തത്വരൂപം. എന്തോന്ന്? ഓഹോ, നമുക്ക് ദൈവത്തിന് ഇടയിൽ ഒരു തടങ്ങളെ ഒരു ഹർഡിൽസ് ഉണ്ട്. അത് 36 മെയിൻ തത്വം ഹർഡിൽസ്. ആ ഹർഡിൽസ് ക്രോസ് ചെയ്താലേ നമുക്ക് അത് ക്ലിയറാകും, നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പ് വന്ന് നിൽക്കും. അത് അപ്പോൾ തത്വരൂപം. അത് യോഗിക്ക് തന്നെ, മറ്റേ സാധാരണ മനുഷ്യൻ മനസ്സിലാവില്ല. അപ്പോൾ ആ തത്വരൂപം കണ്ടപ്പോൾ അതിൻ്റെ ശേഷം പതുക്കെ എന്ത് ചെയ്യും? അതിലൊന്ന് ക്രാസ് ആകണമെന്നുള്ള എണ്ണം തോന്നും. ക്ലോസപ്പ് സ്റ്റഡി ചെയ്യും. അപ്പോൾ എന്താ അത് ക്ലോസപ്പ് എന്താണ് ഇത്, ഹർഡിൽസ് എന്താണ്, എങ്ങനെ ഇരിക്കുന്നത്, അതിലെങ്ങനെ ചെയ്യുന്നത്, എങ്ങനെ ഇതെന്നുള്ള ഐഡിയ വരും. അപ്പോൾ അത് തത്വദർശനം. അതിൻ്റെ പേര് എന്തോന്ന്? തത്വദർശനം. ക്ലിയർ കട്ട്. ഓഹോ, ഇതാണ്. അത് പറയാൻ പോയ ആത്മതത്വം 24, വിദ്യാതത്വം 7, ശിവതത്വം, ഇതൊക്കെ ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടും. ഓഹോ, നേരത്തെ 36 ഗ്ലിംസ് ഇപ്പം അങ്ങനെ ഇൻഡിവിജ്വലായി സ്റ്റഡി ചെയ്യുന്നു. അതിൻ്റെ പേര് എന്തെന്ന്? തത്വദർശനം. മറ്റേ തത്വരൂപം ഓവറാൾ ഗ്ലിംസ്, ഇപ്പോൾ തത്വരൂപം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് സ്റ്റേജിലെത്തി, 2ാമത് സ്റ്റേജ്. അപ്പോൾ എങ്ങനെ വെച്ചാൽ ഈ തത്വങ്ങൾ നമുക്ക് ശരിയാവില്ലല്ലോ, നമ്മളിതൊക്കെ ട്രാൻസെൻഡ് ചെയ്യുക തന്നെ ചെയ്യണം. ഇന്ന് ട്രാൻസെൻഡ് ചെയ്ത് അതിൻ്റെ പേര് തത്വശുദ്ധി. അപ്പോൾ ഇപ്പോൾ ആത്മാ ഒരു സ്റ്റേജിൽ നിന്ന് 2ാമത് സ്റ്റേജ് ഒരു നല്ല സ്റ്റേജിലെത്തി. പക്ഷേ ഇത് 3ാമത് സ്റ്റേജ് ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇനിയും ശിവയോഗ പരീക്ഷകളിലും ഇതിലൊക്കെ ഈടുപെട്ട് വരുമ്പോൾ എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആത്മരൂപം. ഓഹോ, നമ്മൾ ആത്മാവാണല്ലോ, അങ്ങനെ ഒരു രൂപം വരും. ആത്മരൂപം. ഓക്കെ, ആത്മാവാണ്, ഈ ദേഹമല്ല, ആത്മാവാണ്. അത് ആനന്ദമയ കോശത്തിലിരിക്കുകയാണ്, അവിടെ ഇരിക്കുകയാണ്. അതിൻ്റെ ഒരു റഫ് ഐഡിയ കിട്ടും. അപ്പോൾ റഫ് ഐഡിയ കിട്ടിയാൽ ആത്മരൂപം. അടുത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല ഒരു ഫുൾ അണ്ടർസ്റ്റാൻഡിങ്, സെൽഫ് റിയലൈസേഷൻ കിട്ടും. സെൽഫ് റിയലൈസേഷൻ കിട്ടുന്ന പേര് ആത്മദർശനം. എന്തോന്ന്? ആത്മദർശനം. നിങ്ങളെ മാത്രം വരുന്ന എല്ലാവരെയും ആത്മാവായിട്ട് കാണും. ആണും പെണ്ണും മൃഗങ്ങൾ എല്ലാം ഒരു ദേ ആർ അണ്ടർ ഡിഫറെൻറ്റ് പ്രോസസ്സ്. അങ്ങനെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ എന്താ വെച്ചാൽ ആത്മദർശനം. അപ്പോൾ ഈ സ്റ്റേജ് എത്തിയത് കൊണ്ടാണ് കേരളത്തിലോട് വടകര ഈ സ്റ്റേജ് എത്തിയോണ്ട് ടീച്ചറിൻ്റെ മുമ്പ് എണീച്ച് ഓടി. അപ്പോൾ അങ്ങേര് ആത്മദർശനം അത് നിന്നിട്ട് കണ്ട എല്ലാവരും ആത്മനമസ്കാരം. റിയലൈസേഷൻ അതിൻ്റെ അടുത്ത് നമസ്കാരം ശിവനുക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആത്മദർശനം കിട്ടി. പിന്നെ ഇതിൽ കുറച്ചുകൂടെ ആത്മശുദ്ധിച്ചാൽ യു ട്രാൻസെൻഡ് ദി നോളജ് ദാറ്റ് യു ആർ ആത്മ. ഞാൻ ആത്മാന്ന് മാത്രം വിചാരിച്ചാൽ മുക്തി കിട്ടില്ല. നിങ്ങൾ ആത്മാന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് അവിടെ നിന്നാണ് ഇനിയും പോകാനുള്ള ദൂരമുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റേജിൽ പോകണമെങ്കിൽ യു ട്രാൻസെൻഡ് ദാറ്റ് ജ്ഞാന ആൾസോ. ആത്മജ്ഞാനത്തെ നിങ്ങൾ ക്രോസ് ചെയ്തു. ആത്മാ അല്ല, നമ്മളെ കവിഞ്ഞ ഒരു എനർജി ഉണ്ട്. അതാണ് എല്ലാവരുടെയും കൺട്രോൾ ചെയ്യുന്നതുള്ള മനസ്സിലാക്കുമ്പോഴാണ് അത് നിങ്ങൾക്ക് ഓഹോ എന്ന് ക്രോസ് ചെയ്ത് അടുത്ത ശിവരൂപം. ഓഹോ, ഇന്നൊരു എൻറ്റിറ്റി ഇരിക്കുകയാണ്, ഇൻഫിനിറ്റ് ആത്മാ, പരമാണു എന്നൊന്നിരിക്കുകയാണെന്നുള്ള ഗ്ലിംസ് കിട്ടും. ഗ്ലിംസ് കിട്ടും. അതിൻ്റെ പേര് ശിവരൂപം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇനിയും അത് ഡീറ്റെയിൽ പ്രോഗ്രസ് ശിവതത്വം 5. ശിവതത്വം 5 ഇരിക്കുന്നു. അതിലാണ് ഈ സദാശിവം, ബിന്ദുനാഥം, പരബിന്ദു, പരനാഥം എന്നുള്ള 5 നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതിൻ്റെ പേര് ശിവദർശനം.
അപ്പോൾ ശിവദർശനം കിട്ടിയാൽ പോരെ, ശിവനിൽ അകത്ത് പോയി മെർജാകണം. എന്തോന്ന് അത് മെർജാകാൻ എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ശിവയോഗത്തെ ടൈറ്റ് ചെയ്യണം. അപ്പോൾ ശിവയോഗം, അത് യോഗം എന്ന് വെച്ചാൽ ടു ബിക്കം വൺ വിത്ത് ശിവ. 9ാമത് സ്റ്റേജിൽ ശിവത്തിന് നിങ്ങൾ ട്രൈ ചെയ്ത് മെർജ് വന്നു. 10ാമതിൽ നിങ്ങൾ മെർജ് ചെയ്ത് കഴിഞ്ഞു. അതാണ് ശിവഭോഗം. എന്തോന്ന് മെർജായ ശേഷം ശിവഭോഗം. അവർ ശിവമായിട്ട് എപ്പോഴും സച്ചിദാനന്ദമായിട്ട് ഈ ലോകത്ത് അവർ ജീവിക്കുന്നവരവരെ ജീവിച്ചിരിക്കും. അതുവരെ ഒരു മറ്റുള്ളവർക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് ജീവിച്ചിരിക്കും. അതിൽ 100 മാർക്ക് വാങ്ങിച്ച് ഇപ്പോൾ ഇനി അവർക്ക് അസ്ട്രോളജിക്കലായിട്ട് എത്ര വയസ്സിൽ പോകണമെന്നുണ്ടോ ആ വയസ്സ് വരുമ്പോൾ അവർ പെട്ടിയൊക്കെ ഇവിടെ ഇട്ടിട്ട് അവർ മാത്രം പോകും. മനസ്സിലായി.